खली हो या हो जब दीदार उनका होता है कैसे कहूँ मैं हो यारा ये प्यार कैसे होता है प्यार कैसे होता है നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ സ്വിറ്റ്സർലൻഡിലാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡ് കാഴ്ചകളിലോട്ട് ഇറങ്ങി എല്ലാവരും റൊമാൻറ്റിക് മൂഡിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലോട്ടാണ് പോകുന്നത്. സോ ലെറ്റ്സ് സീ മോർ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സ്വിറ്റ്സർലൻഡിലാണ്. നമ്മൾ നേരെ ജർമ്മനിക്ക് പോവുകയാണ്. റൊമാൻറ്റിക് സോങ് ഒക്കെ ഇവിടെ ബസ്സിൽ പ്ലേ ചെയ്യുന്നുണ്ട്, പാർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് റൈൻ ഫോൾസ് സ്വിറ്റ്സർലൻഡിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിൽ പോകും. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് സ്വിറ്റ്സർലൻഡ് കാഴ്ചകളിലോട്ട് പോകാം. ഈ സ്വിറ്റ്സർലൻഡ് മുഴുവൻ ടണൽസ് ആട്ടോ. നമുക്ക് അറിയാമല്ലോ സ്വിറ്റ്സർലൻഡിൽ ഇഷ്ടംപോലെ സ്വിസ് ആൽപ്സ് മൗണ്ടൻസ് നല്ലോണം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും എല്ലായിടും കുറേ ടണൽസ് ഉണ്ട്. ഭയങ്കര വലിയ ടണൽസ് അല്ല. സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് പോലെയോ UK പോലെയോ നല്ല നല്ല നീറ്റാട്ടോ. സ്ട്രീറ്റ്സ് ആണെങ്കിലും റോഡ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര നീറ്റാണ്. സോ ഇതാണ് റൈൻ ഫോൾസ്. നമ്മളിത് കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് ചെയ്താണ് കാണുന്നത്. സോ നമ്മൾ ഈ കാണുന്നതാണ് റൈൻ ഫോൾസ്, സ്വിറ്റ്സർലൻഡിലെ റൈൻ ഫോൾസ്. നല്ല ബ്യൂട്ടിഫുൾ ഒരു വാട്ടർഫോളാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ വില്ലേജസ്, ടൗൺസ്, നമുക്കെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഒരു ഹെവൻ ഓൺ എർത്ത് ആണെന്ന് പറയുന്നതിനകത്ത് ഒരു സംശയമില്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എല്ലായിടും ക്രിസ്മസ് വൈബ്സ് ആണ്. നമ്മൾ ആ ദൂരത്ത് കാണുന്നതാണ് റൈൻ ഫോൾസ്. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരു 200 years ഓൾഡ് ആയ ഒരു കാസിലാണ്. ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല നമുക്ക്. പക്ഷേ അവിടുന്ന് റൈൻ ഫോൾസിൻ്റെ വ്യൂ ഒക്കെ കിട്ടും. സമ്മർ സമയത്ത് അവരവിടെ കഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യും. പക്ഷേ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, എന്താ ബ്യൂട്ടി, ഒരു രക്ഷയില്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സ്വിറ്റ്സർലൻഡ്. പാറു, എന്താണ് സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? വന്ന എക്സ്പീരിയൻസ് ആണ് സംഭവം തന്നെ കേട്ടോ. നിങ്ങൾ റൈൻ ഫോൾസ് ഒക്കെ നിങ്ങൾ വേറെ വീഡിയോ കണ്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും വീഡിയോ എങ്കിലും കാണണം, അല്ലെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. ഇവിടെ ഒരു സൗനിയർ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് റൈൻ ഫോൾസിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കൂടെ നോക്കാം. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഇരുന്നിട്ട് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മൻ ആണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ആ കാണുന്നൊരു ഹോട്ടലാണ്. അവിടെ ലിഫ്റ്റ് പോകുന്നുണ്ട് താഴോട്ട് മേലോട്ട്, ആൾക്കാരെ കൊണ്ട് പോകുന്നതാണത്. ഈ റൈൻ ഫോൾസിന് ഏറ്റവും മേലത്തെ പോയിന്റിൽ നമുക്ക് നമ്മുടെ സ്വിസ് ഫ്ലാഗ് കാണാം. ഈ സ്വിസ് ഫ്ലാഗിനൊരു പ്രത്യേകതയുണ്ട്. അതായത് സ്വിസ് ഫ്ലാഗ് എന്ന് പറയുന്നൊരു സ്ക്വയർ ഫ്ലാഗാണ്. ലോകത്തിൽ തന്നെ 2-3 രാജ്യങ്ങൾക്കേ ഉള്ളൂ ഈ സ്ക്വയർ ഫ്ലാഗ് ഉള്ളത്. വത്തിക്കൻ സിറ്റിക്കുണ്ട്, പിന്നെ സ്വിറ്റ്സർലൻഡിനുണ്ട്, പിന്നെ വളരെ കുറവാണ്. ബാക്കിയുള്ള എല്ലാത്തിനും റെക്റ്റാങ്കിൾ ഫ്ലാഗാണ്. ഇതൊരു സ്ക്വയർ ഫ്ലാഗാണ് സ്വിറ്റ്സർലൻഡിൻ്റെ. റൈൻ ഫോൾസ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. നല്ല തണുപ്പുണ്ട്, 0 degrees ആണ് ഇന്നിവിടെ. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊന്നും ഇല്ല. ഇവിടെ ഒരു സ്വിസ് ഫ്ലാഗ് നമുക്ക് കാണാം. സോ ഇത് നമ്മളുടെ സ്വിറ്റ്സർലൻഡ് ജർമ്മനി ബോർഡറാണ്. നമ്മളുടെ 21st കൺട്രിയിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടോൾ സ്റ്റേഷനാണ്. നമ്മളുടെ റൈൻ ഫോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ ലേക്ക് TTCയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോകുന്നതിന് മുന്നേ നമ്മളുടെ ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ക്യാപ്റ്റൻ നിക്കോളസ് പോയിട്ട് അവിടെ പോയി ടാക്സസ് ഒക്കെ പേ ചെയ്യും. എന്നിട്ട് നമുക്ക് നമ്മളുടെ 21st കൺട്രിയിലോട്ട് എൻട്രി ചെയ്യാം. കണ്ടോ ആശം പോകുന്നുണ്ടോ, പേപ്പേഴ്സൊക്കെ ആയിട്ട് പോവാം. ഇവിടെ നമ്മൾ ജർമ്മനിയിൽ ടാക്സസ് കൊടുക്കണം എൻട്രി ചെയ്യുന്നതിന്, ടോൾ ബേസിക്കലി. സോ അങ്ങനെ നമ്മൾ ജർമ്മനി എൻട്രി ചെയ്തു. ജർമ്മനി നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. ചെറിയ സ്നോ ഒക്കെ ഉണ്ട് ഇവിടെ. എവിടെയൊക്കെ നമുക്ക് സ്നോ കാണാം. അങ്ങനെ നമ്മളുടെ 21st കൺട്രിയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി.
നമ്മളിപ്പോൾ പോകുന്നത് ലേക്ക് ടിറ്റ്ലിസ് TTC, ലേക്ക് TTC. അങ്ങോട്ടാണ്. നമ്മളിപ്പോൾ ഒരു സ്മോൾ ജർമ്മൻ വില്ലേജിലോട്ടാണ് കയറുന്നത്, നമ്മളുടെ സ്വിറ്റ്സർലൻഡ് ബോർഡറിലുള്ളത്. പിന്നെ ഈ സ്വിറ്റ്സർലൻഡ് ജർമ്മനിയുടെ വേറെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഇവിടുത്തെ ഓട്ടോബാൻ, അതായത് മോട്ടോർവേസിലൊന്നും സ്പീഡ് ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കാം. ഇതൊക്കെ ചെറിയ റോഡ്സാണ്, പക്ഷെ അവിടെ സ്പീഡ് ലിമിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ഇപ്പം നമ്മൾ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു ബ്രിഡ്ജ് ഉണ്ടോ, ഓട്ടോബാൻ ആണിത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര സ്പീഡ് വേണമെങ്കിൽ ഓടിക്കാം. ഈ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഏറ്റവും മേളത്തെ ലെയർ ഉണ്ടോ, മുഴുവൻ മഞ്ഞുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നടുക്കത്തെ ലെയർ മുഴുവൻ ബ്ലാക്ക്. നല്ല രസമില്ലേ കാണാൻ, ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് സംഭവമാണ് കേട്ടോ. സൈഡിലൊക്കെ മഞ്ഞ് കാണാം. സോ ദിസ് ഇസ് ജർമ്മനി. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്നാണ് ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രീസും കുക്കു ക്ലോക്സും ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത്. സോ മച്ച് ഓഫ് ഹിസ്റ്ററി. നമ്മൾ റൈറ്റിൽ കാണുന്ന ഒരു ജർമ്മൻ വില്ലേജ് ആണ്, ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള ജർമ്മൻ വില്ലേജ്. സോ ഗുഡ്, ലുക്സ് ബ്യൂട്ടിഫുൾ. ഒരു ചേർച്ച് കാണാം നമുക്ക് ഇവിടെ, മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന വീടുകൾ. ബ്ലാക്ക് ഫോറസ്റ്റ്, ഇതാണ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ്. അങ്ങ് ദൂരെ ബ്ലാക്ക് ഫോറസ്റ്റിലെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്നുണ്ടോ, എന്താ രസമല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സീൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ബ്ലാക്ക് ഫോറസ്റ്റിലെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന ഒരു സീൻ. മഞ്ഞ് കിടക്കുന്നുണ്ടോ, മഞ്ഞ്. അങ്ങനെ നമ്മൾ ലേക്ക് TTCയുടെ അവിടെ എത്തി. നമ്മളിനി ലേക്ക് TTCയിലാണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞാണ് ഗൈസ്, ഫുൾ മഞ്ഞ്. കുതിരവണ്ടി, ലേക്ക് TTC. നല്ല രസമുണ്ടല്ലേ. ഹായ് കാണിച്ച. എന്താ മക്കളെ ഭംഗി. ലേക്ക് ടൈറ്റസ്, അതായത് എംപറർ ടൈറ്റസിൻ്റെ പേരിലാണ് ഈ ലേക്ക് നെയിം ചെയ്തിരിക്കുന്നത്. ലേക്ക് TTC, ടൈറ്റസ് ദ എംപററിൻ്റെ പേരിലാണ്. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള ലേക്ക് TTCയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇത് കണ്ടോ, ഡക്സൊക്കെ ഇങ്ങനെ, താറാവൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ടോ. ഇതൊന്നും തണുക്കുന്നില്ലേ? എനിക്കൊക്കെ നല്ല തണുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം -2 ഡിഗ്രി 3 ഡിഗ്രിയാണ്. നമുക്കിവിടെ മഞ്ഞൊക്കെ കാണാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു ഹോട്ട് ഡോഗ് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും, വേണ്ടവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കാം, അല്ലാത്തവർക്ക് ഹോട്ട് ഡോഗ് മേടിച്ച് കഴിക്കാം. എന്നിട്ട് അപ്പുറത്തൊരു കുക്കു ക്ലോക്കിൻ്റെ ഏരിയ ഉണ്ട്. കുക്കു ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു 9 o'clock ഒക്കെ ആകുമ്പം എല്ലാ മണിക്കൂറും ഇങ്ങനെ ഒരു ഡോറ് തുറന്ന് വന്നിട്ട് കുക്കു കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഒന്ന് സൗണ്ട് ഉണ്ടാക്കത്തില്ലേ, അത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ നിന്നാണ്. അതുകൊണ്ടാണ് കുക്കു ക്ലോക്സ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഹിസ്റ്ററി. നല്ല ചൂട് പാറുന്ന വൈൻ കണ്ടോ, ഇത് ചൂടാക്കിയ വൈനാണ്. നമുക്ക് ഇത് UK-ലും യൂറോപ്പിലൊക്കെ ക്രിസ്മസ് മാർക്കറ്റിലെ ഒരു മെയിൻ സാധനമാണ്. മുൾഡ് വൈൻ എന്നും പറയും. ഇത് ചൂട് പാറുന്നുണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ വായിക്കൂടെയും പോഹ, വൈനിക്കൂടെയും പോഹ. പുകയല്ല, ഇതാണ് പറയുക, തണുപ്പിൻ്റെ സംഭവം. നല്ല ഫീലാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ലേക്ക് TTCയിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് മുൾഡ് വൈനൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സോ ഇത് നമ്മളുടെ ജർമ്മനിയിലുള്ള ഹെർബ്സ് ഒക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലിക്കറാണ്. 51% ആൽക്കഹോൾ ഉള്ള സാധനമാണ്. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ട്രൈ ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹെർബ്സ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. 51% ഉണ്ട് സാധനം, ഇതിൻ്റെ ലിക്കർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. നല്ല തണുപ്പാണ്. ലേക്ക് ടിറ്റ്ലിസ്, ലേക്ക് TTC at Germany, enjoying the weather. All right.
ഇത് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. ഞാൻ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രിയും കാര്യങ്ങളെല്ലാം ഈ കാണുന്നതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി, സോസേജ്, പിന്നെ സാൻഡ്വിച്ചസ് അങ്ങനെയുള്ള എല്ലാം കിട്ടും. അപ്പം നമ്മൾ അതിനകത്താണ് ഉള്ളത്. ഇതാണ് നമ്മ പറഞ്ഞ കുക്കു ക്ലോക്ക്. ഈ കുക്കു ക്ലോക്ക് ഒറിജിനേറ്റ് ചെയ്തത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇതിനകത്ത് ഈ കുക്കു ക്ലോക്കിനകത്ത് നിന്ന് ഇറങ്ങി വന്ന കുക്കു കുക്കു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ കുഞ്ഞ് സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ട് കുക്കു ക്ലോക്ക്. കണ്ടോ കുക്കു ഇറങ്ങി വന്നുണ്ടോ? കുക്കു ഇറങ്ങി വന്നുണ്ടോ അവിടെ? ഇതാണ് കുക്കു ക്ലോക്ക്, ജർമ്മനിയിലെ കുക്കു ക്ലോക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത കുക്കു ക്ലോക്ക്. സോ അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ അടുത്തോട്ട് ഇനി കുക്കു ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓർക്കണം. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് നടക്കുന്നുണ്ടോ? പാർക്കും ഞാൻ ഇടയ്ക്ക് എൻ്റെ മഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ട് പാറു തണുക്കും കാണോ. ഓക്കെ, അപ്പോൾ അങ്ങ് ദൂരത്ത് ബ്ലാക്ക് ഫോറസ്റ്റിൽ മഞ്ഞിടരുത് അങ്ങ് ദൂരത്ത് ബ്ലാക്ക് ഫോറസ്റ്റിൽ മേളിൽ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ. പൈൻ ഫോറസ്റ്റ്, അതിനകത്ത് മഞ്ഞിങ്ങനെ മൂടിപ്പതച്ച് കിടക്കുന്ന മേളത്തെ റീജിയൻ. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സൈറ്റ്. അപാരം. ആ പാർക്കുഞ്ഞിൻ്റെ ഒരു വീഡിയോ. ആ സന്തോഷമായോ? ആ പാർക്കുഞ്ഞ് സന്തോഷമായി. ദൈവമേ, ജർമ്മനിയിലെ പച്ചപ്പാടങ്ങൾ കണ്ടോ? എന്താ രസം അല്ലേ? ജർമ്മനിയിലെ പച്ചപ്പാടങ്ങൾ വരച്ചോ. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ദിനേശങ്ങളാണ്. ദിനേശങ്ങൾ ഇങ്ങനെ ഫ്രണ്ട് ചെയ്തത് ജർമ്മനിയുടെ പച്ചപ്പാടങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെങ്കിലേ ജർമ്മനിയിലെ പാടങ്ങളൊക്കെ? എങ്ങനെ ജർമ്മനിയിലെ ഗ്രാമങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സ്വപ്നം കാണുന്ന പോലെ ഇരിക്കുന്നല്ലേ? എങ്ങനെയായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ്? ഇപ്പം നമ്മൾ പോയത് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ദിനേശ് ഞങ്ങൾ പാലക്കാട്ടുകാരനാണ്. തനി പാലക്കാട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഫ്രൈബർഗ് ടൗൺ. ഫ്രൈബർഗ് ടൗണിലെ ഏറ്റവും ഫേമസ് ആയ കത്തീഡ്രലാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ റൗണ്ട് ഉണ്ട്. അവിടെ വിവേകും ഗായത്രിയൊക്കെ നിന്ന് തകർപ്പനായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം വിവേക് പല തരത്തിലുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നു. ഗായത്രി എന്തോ മേളിലോട്ടൊക്കെ എറിയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ കുറേ ഷോപ്പിംഗ് സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇന്ന് ആക്ച്വലി ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഡെഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കിഡ്സൊക്കെ വന്ന് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജർമ്മനി, ജർമ്മനിയിലെ ഫ്രൈബർഗ് ടൗൺ. എങ്ങോട്ട് ഫ്രൈബർഗ് ടൗൺ? ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയല്ലേ? നല്ല കത്തീഡ്രലൊക്കെ ഉണ്ട്. സോ ഇതാണ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഓൾമോസ്റ്റ് 200 years ഓൾഡായ കത്തീഡ്രലാണിത്, ഫ്രൈബർഗ് ടൗണിലെ കത്തീഡ്രൽ. നമുക്കിതിനകത്തോട്ട് കയറാം. അയ്യോ, ഈ കത്തീഡ്രലിൻ്റെ അകത്ത് ആർക്കിടെക്ചർ ഉണ്ടോ? അത്ഭുതം എന്ന് വേണം പറയാൻ. കാരണം വർഷങ്ങൾക്ക് മുന്നേ പണിത ഈ കത്തീഡ്രലിൻ്റെ ആർക്കിടെക്ചർ നിങ്ങളൊന്ന് നോക്കിയേ. എന്താ രസം! അത് ഇത്രയും വർഷം കഴിയും, അതിന് ബ്യൂട്ടി കൂടിയിട്ടേ ഉള്ളൂ. ഭയങ്കര മാസീവായിട്ടുള്ളൊരു കത്തീഡ്രൽ കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്കിവിടെ പ്രാർത്ഥിക്കാം, മെഴുകുതിരി കത്തിക്കാം.
വിശ്വാസികളൊക്കെ ഇവിടെ ഉണ്ട്. ശബ്ദമൊന്നും നമ്മൾ ഉണ്ടാക്കരുത്, ആർക്കൊരു ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കരുത്. ഫ്രൈബർഗ് കത്തീഡ്രൽ. ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അതാണ് ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലായിടം കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആർക്കുഞ്ഞ് ഇവിടെ മനസ്സിലേക്ക് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ദൈവമേ, ആർക്കുഞ്ഞിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമേ. ഹാപ്പി ആയോ? സന്തോഷമല്ലേ? ഈ കത്തീഡ്രലിനകത്തൊരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ളൊരു ക്രിസ്മസ് വൈബ്. ഇതാണ് ഫ്രൈബർഗിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ്. H&M, ലിവൈസ്, ടോമി ഹിൽഫിഗർ എല്ലാം നമുക്കിവിടെ കാണാം. ട്രാം ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ടൊക്കെ വേണം നടക്കാൻ. പാൻഡോറ എല്ലാം ഉണ്ട് ഇവിടെ. ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാം. ക്രിസ്മസ് വൈബ്സാണ് എല്ലായിടവും. കണ്ടോ ട്രാം പോകുന്നുണ്ടോ? നമ്മൾ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ ഇടയിൽ കൂടെ ട്രാം പോകുന്നു. ആൾക്കാരിങ്ങനെ ഷോപ്പും ചെയ്യുന്നു. ഫിലി കഫേ. ഹൈ 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 ട്രാം. ട്രാമാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ്. മേജർ ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഇസ് ട്രാം. ഡേക്ക് മാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ജ്വൽസും കാര്യങ്ങളും കാണാം. എല്ലാം ക്ലോസ്ഡ് ടെക്നിക്കലി, കാരണം ഇപ്പോൾ ഇതൊരു ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് എല്ലാം ടെക്നിക്കലി ക്ലോസ്ഡ് ആണ്. കുറേ ഷോപ്സൊക്കെ ഓപ്പണുമാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളൊരു ജർമ്മൻ ഡോണർ കബാബ് ഷോപ്പിൽ വന്നതാണ്. അത് നമ്മുടെ ഷവർമയില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ ജർമ്മൻ ഡോണർ കബാബ് എന്ന് പറയുന്നത്. അത് റോളായിട്ടും കിട്ടും, പിന്നെ നമുക്ക് ലൈക്ക് ഹാഫ് ഒരു റൊട്ടിയിൽ എല്ലാം മിക്സ് ചെയ്തും കിട്ടും. ഇത് ഇസ് ആക്ച്വലി നോൺ ജർമ്മൻ ഡോണർ കബാബ്. അപ്പോൾ അതാണ് നമ്മളിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത്. അതാണൊരു ട്രഡീഷണൽ ജർമ്മൻ ഡോണർ കബാബ് ഷോപ്പ് ഇൻ ജർമ്മനി. പുള്ളി എന്നോട് ജർമ്മനിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് ഉത്തരങ്ങൾ പറയും. അതാണ് സംഭവം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തൊക്കെ പുള്ളി നമുക്ക് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് തരും, സാലഡൊക്കെ തരും. നമ്മളിവിടെ മിക്സ് എന്നാണ് പറഞ്ഞാൽ പുള്ളി എനിക്കൊന്ന് ബീഫ് മാത്രം എടുത്തെന്ന് തോന്നുന്നു. ഇതാണ് ജർമ്മൻ ഡോണർ കബാബ്. പിന്നെ ഞാനിവിടെ കുറച്ച് ടോപ്പിങ്സ് ഇടും. ചില്ലി ഫ്ലേക്സ്. താങ്ക് യു സോ മച്ച്. നൈസ്. നമ്മളിത് ട്രൈ ചെയ്തു. കൊള്ളാം കേട്ടോ, നല്ല രുചിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ജർമ്മൻ ഡോണർ കബാബ്. ഈ ഒരു ക്ലോക്ക് കണ്ടോ ഗൈസ്? നല്ല രസമല്ലേ? ഫ്രൈംബർഗ്, മാക്ഡൊണാൾഡ്സ്, അതിനകത്തൂരാണ് ട്രാമൊക്കെ പോകുന്നത്. ഈ ക്ലോക്ക് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അതാണ് വീഡിയോ എടുത്തത്. ഇത് വേറൊരു ട്രാം അങ്ങോട്ട് പോകുന്നു. ഈ റോഡിൽ കൂടെ ഒക്കെ കാറുകളൊക്കെ പോകട്ടോ. അങ്ങനെ കാറുകളൊക്കെ പോകുന്ന റോഡായത്, അല്ലാതെ ട്രാമിന് വേണ്ടി മാത്രമുള്ളതല്ല. കാറുകൾ വരും, ട്രാം വരുന്ന സമയത്ത് നമ്മൾ മാറിക്കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അതേ ട്രാം കിടക്കുന്നു. നല്ല ക്യൂട്ട് ട്രാം അല്ലേ? നീറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, വേറൊരു ട്രാം അതുവഴി ഇങ്ങോട്ട് വരുന്നു. പാറു ബി കെയർഫുൾ. വരുന്നുണ്ട്.
വരുന്നുണ്ട് കേട്ടോ. ഫുൾ മെട്രോസ് അല്ല സോറി ട്രാം ഉള്ളൊരു സ്ഥലം. അതേ അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്തതും വന്നു. ഇവിടെ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, ഇവിടെ പറഞ്ഞാൽ വന്ന് കിടക്കുന്നു. ഇത് മിക്കവാറും അങ്ങോട്ട് തിരിഞ്ഞു പോകുമായിരിക്കും. അത് തന്നെ, ഇത് അങ്ങോട്ട് തിരിഞ്ഞു പോയി. മറ്റേ പറഞ്ഞാൽ നമ്മളവിടെ കിടക്കുന്ന കണ്ടായിരുന്നല്ലോ അങ്ങോട്ട് പോകുന്നത്, ഇത് ഇങ്ങോട്ട് പോകുന്നത്. കൊള്ളാം, എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇടവിട്ടുണ്ട്, 2 minutes ഇടവിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തു, ഇത് നേരെ പോകും. എഫിഷ്യൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടെയാണ്. നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് യഥാർത്ഥത്തിൽ ചീസ് വീലാണ്. ചീസ് വീൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് പാസ്ത ഇട്ടിട്ട് ചുരണ്ടി എടുക്കും. അങ്ങനെ ഇത് അങ്ങനെ ചുരണ്ടി എടുത്ത് ഇതൊരു പാത്രം പോലെ, ഒരു കുടം പോലെ ആവും. അതാണ് ഈ സംഭവം. ഇത് അങ്ങനത്തെ ചീസ് വീൽസ് മേടിക്കാൻ പറ്റുന്ന ഷോപ്പാണിത്. ഇന്ന് അടഞ്ഞടക്കാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് കയറി കാണാമായിരുന്നു. ഇത് ഭയങ്കര സംഭവം കേട്ടോ. പാസ്തയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഈ ചീസ് വീലിനെ കുറിച്ചിട്ട്. പിന്നെ ഇതുണ്ടോ, ഇതാണ് ലിൻഡ് ചോക്ലേറ്റിൻ്റെ ഷോറൂം. ലിൻഡ് ചോക്ലേറ്റ് സ്വിസ് ചോക്ലേറ്റ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ നാളെ ഇവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ലിൻഡ് ചോക്ലേറ്റ്സിൻ്റെ സ്വിസ് ചോക്ലേറ്റ്സ് ഭയങ്കരമായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഡെയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ ആണെന്നല്ല, പ്യുവറാണ്. അപ്പോൾ അത് അതിൻ്റെ അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും സ്വിസ് ചോക്ലേറ്റ്സ്. അതിൻ്റെ ഏറ്റവും ഫേമസ് ചോക്ലേറ്റാണ് ലിൻഡ് ചോക്ലേറ്റ്. പിന്നെ നമ്മൾ എത്തിയിട്ടില്ല, ഫ്രണ്ടിലെത്തി. നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒത്തൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി, ഒരു ചീസ് കേക്കും മേടിച്ചു. ടേക്ക് അവേ ആണ്. അപ്പോൾ നമുക്ക് കഫേ ഇപ്പോൾ അടയ്ക്കാറായി, അപ്പോൾ അതുകൊണ്ട് ടേക്ക് കഫേ പോസിബിൾ ഉള്ളൂ. നമ്മൾ ടേക്ക് അവേ മേടിച്ചു. സോ ഇതാണ് നമ്മുടെ ചീസ് കേക്ക് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി. ഇതിനകത്ത് ചെറി ലിക്കർ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ മേളിൽ ഒരു വൈറ്റ് ക്രീം, പിന്നെ നടുക്ക് ബ്രൗൺ ലെയറും, പിന്നെ അതിന് താഴെ ചെറി ലിക്കറും വരും കേട്ടോ. അപ്പോൾ ലിക്കർ ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി എന്ന് പറയുന്നത്, ഒത്തൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി. പിന്നെ ഇതാണ് ചീസ് കേക്ക്. എങ്ങനെയുണ്ട്? കഴിച്ച് നോക്കിയിട്ട്? കഴിച്ച് നോക്കിയില്ല, ഇപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ പറഞ്ഞു. എന്താ തോന്നുന്നത്? പറയൂ, എന്താ തോന്നുന്നത്? ചെറിയ ലിക്വറിന്റെ ടേസ്റ്റ് അറിയാനുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ലിക്കറൊക്കെ ഉണ്ട്. കേക്കേ അല്ല. അപ്പം ഇത് അതൊക്കെ നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷൻ അല്ലെങ്കിൽ കേരള വേർഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഓരോ ബേക്കറി വേർഷൻ. ഇതാണ് ഒത്തൻറ്റിക് സാധനം. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് പക്ക ലിക്കറായിരുന്നു കേട്ടോ, പക്ക ലിക്കറിൻ്റെ സ്വാദായിരുന്നു അതിന്. ഒരു ചുമ്മാ കേക്കിനകത്തോട്ടൊരു ചുമ്മാ കുറച്ച് ചെറിയ ലിക്കർ ഇട്ട പോലെ ഒന്നുമല്ല, നല്ല ലിക്കറിൻ്റെ രുചിയുണ്ട് അതിന്. ചീസ് കേക്ക് അടിപൊളി, പക്ഷേ അതിനൊരു പഴകിയ രുചിയുണ്ടല്ലേ, അതാണ് അതിൻ്റെ രുചി. ചെറിയൊരു പഴകിയ രുചിയുണ്ടായിരുന്നു, അതാണ് അതിൻ്റെ രസം. ഇന്ന് നമുക്ക് ക്രിസ്മസ് ഡിന്നറാണ്. നമ്മൾ ഇന്നലെ വന്ന സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ, പക്ഷേ ഇപ്പുറത്തെ സൈഡാണ് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് ചിക്കൻ ആൽഫ്രെഡോ, വെജ് അഗ്രാറ്റി, പിന്നെ പൊട്ടറ്റോസ്, ഗാർലിക് നാൻ, ആപ്പിൾ വാൾനട്ട് സാലഡ്, ചോക്ലേറ്റ് ഫൗണ്ടൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് ഡിന്നർ കഴിക്കാം, എന്നിട്ട് വി ആർ ഹെഡിങ് ബാക്ക് ടു ദ ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലെത്തി, മോഹൻപേക്കിലെത്തി. അപ്പം നമ്മൾ കുറച്ച് നേരം മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ബാറിൽ വന്നു, കുറച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് മിണ്ടിയും പറച്ചിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ലോങ് ഡേ സ്വിറ്റ്സർലൻഡ് ആൻഡ് ജർമ്മനി ടൂറിന് കഴിഞ്ഞു. നാളെ നമ്മൾ മൗണ്ട് ടിറ്റ്ലിസിലോട്ട് പോവാണ്. സോ നാളെ നമുക്ക് മൗണ്ട് ടിറ്റ്ലിസിൽ വെച്ച് കാണാം. ബൈ ബൈ.